ബെൽജിയത്തിൽ വന്നിട്ട് ഇൻഡീഡ് അൺഎക്സ്പെക്റ്റഡ്ലി ആണ് ഞാൻ ഈ സ്ട്രക്ചർ ശ്രദ്ധിക്കുന്നത്. ഇനി എന്താണ് ഈ യുണീക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞുതരാം. എൻ്റെ ബാക്കിൽ കാണുന്ന യുണീക്ക് ആയിട്ടുള്ള ഈ സ്ട്രക്ചർ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ടെമ്പററി പേർപ്പസിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്തിരുന്നു. പിന്നീട് ഇത് ബെൽജിയത്തിൻ്റെ ലാൻഡ്മാർക്ക് സാധനമായിട്ട് മാറി. ഒറ്റ നോട്ടത്തിൽ ഒരു ന്യൂക്ലിയർ റിയാക്ടർ പോലെയോ അല്ലെങ്കിൽ ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് ഒക്കെ പോലെ തോന്നിക്കുന്ന ഈ സ്ട്രക്ചറിന്റെ പേര് ആറ്റോമിയം എന്നാണ്. 64 വർഷം പഴക്കമുള്ള ഈ ഒരു സ്ട്രക്ചർ ഇപ്പോഴും ബെൽജിയൻ ഗവൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബെൽജിയത്തിന്റെ ഇഫൽ ടവർ എന്ന് വിളിക്കുന്ന ഈ ആറ്റോമിയത്തിന് 9 സ്പിയർ ഉണ്ട്. അതിൽ 6 സ്പിയർ മാത്രമേ ആക്സസിബിൾ ഉള്ളൂ പബ്ലിക്കിൽ. അവിടെ തന്നെ റെസ്റ്റോറൻറ്റ്സും നല്ല പനോരമിക് വ്യൂ ഉണ്ട് കേട്ടോ അവിടുന്ന്. റീസെൻ്റ്ലി പോലും അതിൻ്റെ ആ സ്ട്രക്ചറിൽ ഉണ്ടായിരുന്ന മൊത്തം സ്റ്റീല് അല്ലെങ്കിൽ അലുമിനിയം പാർട്ടൊക്കെ മാറ്റിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മോളിക്കുലർ സ്ട്രക്ചറാണ്, സംതിങ് സിമിലർ ടു ഒരു ക്രോപ്പ് സർക്കിൾ പാറ്റേൺ. അതുകൊണ്ട് തന്നെ ഇതൊരു ഹിഡൻ ഏലിയൻ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്.